ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 4ാം സെമസ്റ്ററിലെ ലിറ്ററേച്ചർ ഇൻ അറബിക് എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ ബ്ലോക്ക് കോൺവെർസേഷൻസ് ഇൻ അറബിക് എന്ന ബ്ലോക്കിലുള്ള 1ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അത്തആറുഫ്, പരസ്പരം പരിചയപ്പെടുക. തആറുഫിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ പരസ്പരം പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് തആറുഫ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ തആറുഫ് എന്ന പാഠം പഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം നടത്തുന്നതിന് വേണ്ടിയും സാധിക്കുന്നു. അറബിയിലെ അഭിസംബോധന വാക്യങ്ങളെ പരിചയപ്പെടുന്നതിനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള വാക്യങ്ങൾ പരിചയപ്പെടുന്നതിനും ഈ പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഇനി ഇതിൻ്റെ പ്രീ റിക്വസൈറ്റ്സ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. തഹയ്യൽ, ആലോചിച്ചു നോക്കൂ. അന്നക തന്തളിറു ഫി മഹത്തത്തിൽ ഹാഫിലാത്തി ബഈദത്തിൻ അൻ ഖറിയതിക, നിങ്ങളുടെ നാടിന് അകലെയുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ്. വലാ തഅരിഫു മൗഇദ ഉസൂലി ഹാഫിലതിക, താങ്കളുടെ ബസ് വരുന്ന സമയം എപ്പോഴാണെന്ന് താങ്കൾക്കറിയില്ല. കൈഫ തഹ്സുലു അലാ മഅലൂമാത്തിൽ മവാഇദ്, ബസ്സിൻ്റെ ടൈം ഷെഡ്യൂളിനെ പറ്റിയിട്ട് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും. സൗഫ തസ്അലുന്നാസ മിൻ ഹൗലിക അലൈസ കദാലിക, നിങ്ങൾ ചുറ്റുമുള്ള ആളുകളോട് ചോദിക്കും അലൈസ കദാലിക, അങ്ങനെയല്ലേ. ഇദൻ കൈഫ സതബ്ദഉൽ മുഹാദസ, എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സംഭാഷണം തുടങ്ങുക. വ ഇന്നനാ ഫി ഹയാത്തിനൽ യൗമിയ നമുറു ബിമിസ്ലി ഹാദിഹിൽ മവാഖിഫ്, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൂടെ നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നുപോകലുണ്ട്. ഖദ് നുസാഫിറു ഇലാ അമാകിന ബഈദ, അകലെയുള്ള നാടുകളിലേക്ക് നാം യാത്ര ചെയ്യലുണ്ട്. വ നതനഖലു മിൻ മക്കാനിൻ ഇലാ ആഖറ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നാം പോകലുണ്ട്. മിൻ അജലി ദിറാസത്തി, പഠനത്തിന് വേണ്ടി പോകാം. അവിൽ അമലി, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോകാം. ഔ അയ്യി ഷൈഇൻ ആഖറ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും പോകാം. വ നൽതഖി ബി അഷ്ഖാസി മുഖ്തലിഫീന ലാ നഅരിഫുഹും മിൻ ഖബ്ലു, നമുക്ക് മുൻപ് അറിയാത്ത പല വ്യത്യസ്തരായ വ്യക്തികളെയും നാം കണ്ടുമുട്ടാറുമുണ്ട്. കൈഫ തഹ്സുലു അലൽ മഅലൂമാത്തില്ലത്തി തഹ്താജുഹ, നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ നിങ്ങൾ എങ്ങനെ നേടിയെടുക്കും, എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും. ഫൽ ഹിവാറു ഹുവല്ലദി യുസാഇദുനാ ഫി തബാദുലിൽ മഅലൂമാത്തി വൽ ആറാ, നമുക്ക് അറിവും ചിന്തകളുമൊക്കെ പരസ്പര കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപാധി എന്ന് പറയുന്നത്, അതിനെ നമ്മൾ സഹായിക്കുന്നത് ഹിവാറാണ്, കോൺവെർസേഷനാണ്. വ തആറുഫു ഹുവൽ ഖുത്വത്തുൽ ഊലാ ഫി തഹാദുസിന, നമ്മുടെ സംഭാഷണങ്ങളിലെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് സ്വയം പരിചയപ്പെടലാണ്. ഫി അഹ്ദാസിന മഅ അഷ്ഖാസില്ലാ നഅരിഫുഹും സാബിഖ, മുൻപ് നമുക്കറിയാത്ത ആളുകളുമായി സംഭാഷണം നടത്തുമ്പോൾ ആദ്യത്തെ പടി പരസ്പരം പരിചയപ്പെടുത്തലാണ്. നഹ്നു നദ്റുസു ഫി ഹാദിഹിൽ വഹദ, ഈ യൂണിറ്റിൽ നാം പഠിക്കുന്നു അൽ ഹിവാർ, ഹിവാറാണ്, കോൺവെർസേഷനാണ് പഠിക്കുന്നത്. ഫി തആറുഫി ബൈന ശഖ്സൈനി, 2 വ്യക്തികൾ പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭാഷണമാണ്. ഔ അക്സർ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ. വ ഫീഹി നതഅറഫു അലാ അൽഫാദി തഹിയ്യ, ഈ പാഠത്തിൽ നമുക്ക് അൽഫാദു തഹിയ്യ, അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്യങ്ങൾ, വ തഹ്നി, ആശംസാവാക്യങ്ങൾ, വ അദവാത്തുൽ ഇസ്തിഫ്ഹാമിൽ അസാസിയ, ബേസിക്കായിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലത്തി ലാബുദ്ദ മഅരിഫത്തുഹാ മിൻ അജ്ലി തഹാവുരി മഅൽ ആഖരീന, മറ്റുള്ളവരുമായിട്ട് സംഭാഷണം നടത്തുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഈ പറയപ്പെട്ട അഭിസംബോധന വാക്യങ്ങൾ, ആശംസാവാക്യങ്ങൾ, ചോദ്യവാക്യങ്ങൾ, ഇതൊക്കെയാണ് നാം പഠിക്കുന്നത്. അൽ ഹിവാർ. മുഹസിൻ, അസ്സലാമു അലൈക്കും, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. ഹസൻ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൻ്റെ സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് മറുപടിയും പറഞ്ഞു. മസ്മുക്കൽ കരീമു യാ അഖി, താങ്കളുടെ പേരെന്താണ് സഹോദര. ഇവിടെ മസ്മുക്ക എന്ന് ചോദിച്ചാൽ തന്നെ പേരെന്താണ് എന്നുള്ളതാണ്. കുറച്ചുകൂടി ബഹുമാനപൂർവ്വം ചോദിക്കുന്നത് കൊണ്ടാണ് മസ്മുക്കൽ കരീം എന്ന് ചോദിക്കുന്നത്. താങ്കളുടെ മാന്യമായ പേര് എന്ന് നേരെ ട്രാൻസ്ലേഷൻ ചെയ്യാം. യാ അഖീസ്, ഓ സഹോദര. ഹസൻ, ഇസ്മി ഹസൻ, എൻ്റെ പേര് ഹസൻ എന്നാണ്.
ഒമസ്മുക്ക അന്ത, താങ്കളുടെ പേരെന്താണ് എന്ന്. അപ്പോൾ മുഹ്സിൻ പറയാണ് അനസ്മി മുഹ്സിൻ, എൻ്റെ പേര് മുഹ്സിൻ എന്നാണ്. കൈഫൽ ഹാലു യാ ഹസൻ, എന്താണ് താങ്കളുടെ വിശേഷം? ഹസൻ അൽഹംദുലില്ലാഹ് സൈൻ, ഫൈനാണ്, സന്തോഷമാണ് എന്ന് മറുപടി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി, സൈൻ നല്ലതാണ്. വ കൈഫ അന്ത യാ മുഹ്സിൻ, എന്താണ് താങ്കളുടെ വിശേഷം? ഹൗ ആർ യു എന്ന ചോദ്യത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്. മുഹ്സിൻ അന ബി ഖൈർ അൽഹംദുലില്ലാഹ്, ഐ ആം ഓൾസോ ഫൈൻ, എൻ്റെ വിശേഷവും നല്ലത് തന്നെയാണ് അൽഹംദുലില്ലാഹ്. മിൻ ഐന അന്ത, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഹസൻ അനമിൻ വയനാട്, ഞാൻ വയനാട് നിന്നാണ് വരുന്നത്. വ അന്ത മിൻ വൈൻ, ഇനി താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? മിൻ ഐന മിൻ വൈൻ രണ്ടും ഉപയോഗിക്കലുണ്ട്. അന്ത മിൻ വൈൻ, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? മുഹസിൻ അനമിൻ തൃശ്ശൂർ, തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. മാ മിഹിനത്തുക യാ ഹസൻ, എന്താണ് താങ്കളുടെ ജോലി ഹസൻ? ഹസൻ അന മുഹന്ദിസും മെക്കാനിക്കിയും, ഞാൻ മെക്കാനിക് എൻജിനീയറാണ്. വ അന്ത മാതാ, താങ്കൾ എന്താണ്? മുഹ്സിൻ അന മുദരിസുൽ ലുഗത്തിൽ അറബിയത്തി ഫി മദ്രസത്തിൽ ഹുക്കൂമിയ, ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ അറബി അധ്യാപകനാണ്. സൈൻ വെരി ഗുഡ്. ഇല ഐന തറൂഹുൽ ആൻ, എവിടേക്കാണ് താങ്കൾ ഇപ്പോൾ പോകുന്നത്? അറൂഹുൽ ആൻ ഇല തിരുവനന്തപുരം, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോവുകയാണ്. വ ഇല ഐന അന്ത തറൂഹ്, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? അന ഐലൻ ഇല തിരുവനന്തപുരം, ഞാനും തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. വമൻ ഹാദിഹി സയ്യിദത്തു മഅക, താങ്കളോടൊപ്പം ഉള്ള ഈ പെൺകുട്ടി ആരാണ്? ഹി അബ്നത്തി അൽ കബീറ ഹാജിർ, ഇത് എൻ്റെ മൂത്ത മകൾ ഹാജിറയാണ്. മർഹബൻ യാ ഉഖ്തി ഹാജിർ, ഓ സഹോദരി ഹാജിറ സ്വാഗതം, വെൽക്കം. മർഹബത്തൻ യാ അഖി ഹസൻ, ഓ സഹോദര ഹസൻ താങ്കൾക്കും സ്വാഗതം. ലിമാദ തറൂഹീന മാ വാലിദിക ഇല തിരുവനന്തപുരം, താങ്കൾ എന്തിനാണ്? അപ്പോൾ ഹസൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഉപ്പയോടുകൂടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്? അറൂഹുലിൽ ഹുലൂരി ഫി മുഖാബലത്തിൻ, ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. മാഷാ അല്ലാഹ്. ലി അയ്യ മൻസിബിൻ ഹാദിഹിൽ മുഖാബല, ഏത് ജോലിക്ക് വേണ്ടിയാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്? മൻസിബ് മുദരിസ് തിജാറത്തി ഫിൽ മദാരിസ് സാനവിയത്തിൽ ഹുക്കുമിയ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് ടീച്ചിങ് ജോബാണ് അവിടെയുള്ളത്. ബാറക്കല്ലാഹു ഫി മുഖാബലത്തിക്ക്, താങ്കളുടെ ഇൻ്റർവ്യൂവിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശുക്രൻ ജസാക്കുമുള്ള, താങ്ക് യു. മതാ തർജിആനി മിൻ തിരുവനന്തപുരം യാ മുഹ്സിൻ, മുഹ്സിൻ താങ്കൾ തിരുവനന്തപുരത്ത് നിന്ന്, നിങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് നിന്ന് എപ്പോൾ മടങ്ങി വരും? ബഅദ ഗദിൻ ഇൻഷാ അല്ലാഹ്, മറ്റന്നാൾ മടങ്ങി വരും. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ്. അന സഈദും ബിലിഖാഇകുമാ, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഞാൻ സന്തോഷവാനാണ്. ഫുർസത്തുൻ സഈദത്തുൻ, സന്തോഷകരമായ നിമിഷം. മഅ സലാമ ഇലൽ ലിഖാ, ഗുഡ് ബൈ. ഇനി ഇവിടെ പറയുന്ന അൽ അൽഫാദു വ തറാക്കിബു അൽ മആനി, വാക്കുകളും പദഘടനകളും അതിൻ്റെ അർത്ഥങ്ങളും, അത് നിങ്ങൾ സ്വന്തമായി നോക്കി മനസ്സിലാക്കുക. അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കൊടുത്തത് കൊണ്ട് അത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. മസീദും പിന്നെ തറാക്കീബി ലി തഹയ്യ, അഭിസംബോധനയ്ക്ക് ഉപയോഗിക്കുന്ന കുറച്ചുകൂടി പദഘടനകൾ നമുക്ക് തന്നിട്ടുണ്ട്, അതുകൂടി നമ്മൾ വായിച്ച് പഠിക്കുക. പിന്നെയുള്ളത് തദ്രീബാത്താണ്. അക്മിലിൽ ഹിവാറ താലിയ, അവിടെ ഒരു ഹിവാറ് കൊടുത്തിട്ടുണ്ട്. അഹ്മദ് സ്വബാഹൽ ഖൈർ പറയുന്നു, ഗുഡ് മോർണിംഗ്. അത് തിരിച്ച് സ്വബാഹൻ നൂർ എന്ന് പറയും. ഇത് നിങ്ങൾ ആദ്യമൊന്ന് പരിശ്രമിച്ചതിൻ്റെ ശേഷം കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഇത് തുടർന്ന് കേൾക്കുക എന്നതാണ് അനുയോജ്യമായി തോന്നുന്നത്. അഹ്മദ് കൈഫൽ ഹാൽ, അപ്പോൾ നമുക്ക് ഇവിടെ കൈഫൽ ഹാലിന് മുമ്പ് നമ്മുടെ പാഠത്തിൽ ഉപയോഗിച്ച ആൻസറുണ്ട്, അത് നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. അൽഹംദുലില്ലാ സൈൻ എന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കൈഫ അന്ത, അവിടെയും നമുക്ക് മുന്നേ പാഠത്തിൽ ഉപയോഗിച്ച പദമുണ്ട്. അനബി ഖൈർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡാഷ് കാണുന്നതിൽ പൂരിപ്പിക്കാൻ ഒരു ചോദ്യമാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കിയിട്ട് ചോദ്യം ഇടാം. അറൂഹ് ഇലാ ദൽഹി,
ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു. അപ്പോൾ ചോദ്യം എന്തായിരിക്കും? എവിടേക്കാണ് താങ്കൾ പോകുന്നത്? ഇല ഐന തറൂഹു, എവിടേക്കാണ് താങ്കൾ പോകുന്നത്? അപ്പോൾ തിരിച്ച് മറുപടി പറഞ്ഞു അറൂഹു ഇല ഡൽഹി. ഇല ഐന തറൂഹു, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ അറൂഹു ഇല ഡേഷ് ഏതെങ്കിലും ഒരു സ്ഥലം പറയാം. അറൂഹു ഐലൻ ഇല ഡൽഹിന്നോ അല്ലെങ്കിൽ മുംബൈന്നോ എന്തും പറയാം. മഅസ്സലാമ, ഗുഡ് ബൈ. അപ്പോൾ ഗുഡ് ബൈക്ക് നമ്മൾ തിരിച്ച് ഇവിടെ ഉപയോഗിച്ചത് എന്താണെന്ന് നോക്കുക. ഇലൽ ലിഖാ, അതിവിടെ ഉപയോഗിക്കുക ഇലൽ ലിഖാ. ഇങ്ങനെ ഹിവാർ പൂർത്തീകരിക്കാം. ഇങ്ങനെയുള്ള ഹിവാറുകളൊക്കെ നമ്മൾ സ്വയം ചെയ്യുമ്പോൾ നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു ഹിവാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണത്തിന് കഴിയുന്നു. ഇനി അടുത്തത് അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നാണ്. കൈഫ അന്ത, അൽഹംദുലില്ലാ സൈൻ എന്നോ സൈൻ അൽഹംദുലില്ലാ എന്നോ അനബി ഖൈർ എന്നോ നമുക്ക് മറുപടി പറയാം. ഇല ഐന തറൂഹ്, താങ്കൾ എവിടേക്ക് പോകുന്നു? അപ്പോൾ അറൂഹു ഇല ന്യൂഡൽഹി, അങ്ങനെ പലതും മറുപടി പറയാം. മിൻ ഐന തർജിഉ, താങ്കൾ എവിടെ നിന്നാണ് മടങ്ങുന്നത്? അപ്പോൾ അർജിഉ മിൻ തിരുവനന്തപുരം. മതാ തദ്ഹബു, എപ്പോഴാണ് താങ്കൾ പോവുക? അപ്പോൾ അതിന് അദ്ഹബു സ്വബാഹൻ അല്ലെങ്കിൽ അദ്ഹബു മസാഅൻ അല്ലെങ്കിൽ സമയം കൊടുത്തിട്ട് അങ്ങനെയും പറയാം. മതാ തർജിഉ, താങ്കൾ എപ്പോഴാണ് മടങ്ങി വരിക? മാ മിഹിനത്തുക, താങ്കളുടെ ജോലി എന്താണ്? മാ ജിൻസിയത്തുക, താങ്കളുടെ നാഷണാലിറ്റി ഏതാണ്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഹിവാർ പഠിക്കുമ്പോൾ ഈ വിധത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കണം. അതേപോലെ തന്നെ റീക്യാപ്പ് ഒന്ന് വായിച്ച് നോക്കുക. റീക്യാപ്പിലുള്ളത് നമ്മളിതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ഷോർട്ടാക്കിയിട്ട് പറയുന്നതാണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ അസൈൻമെൻ്റ് ഉണ്ട്. അസൈൻമെൻറ്റ് പറയുന്നത് ഉക്തുബ് ഹിവാറൻ ബൈന ഷഖ്സൈനി ഫി തആറുഫി, പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണം, രണ്ട് വ്യക്തികൾ തമ്മിൽ പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണം എഴുതാൻ. ഉക്തുബ് ഹിവാറൻ യജ്രി ബൈനക വ ബൈന മുഅല്ലിമിക്കൽ ജദീദ് ഫി മദ്രസതിക, താങ്കളും താങ്കളുടെ സ്കൂളിലേക്ക് പുതുതായി വന്ന അധ്യാപകനും തമ്മിലുള്ള ഒരു സംഭാഷണം. ഉക്തുബ് ഖായിമത്തൽ മുഫ്രദാത്തി, സാധനങ്ങളുടെ പേരെഴുതാൻ. അൽ മുസ്തഖ്ദമത്തി ഫി ഹയാത്തിക്കൽ യൗമിയ, താങ്കളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന, അപ്പോൾ താങ്കളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. മഅനിഹ, അതിൻ്റെ അർത്ഥത്തോടുകൂടെ, അപ്പോൾ അർത്ഥവും വേണം. 50 കലിമത്തൻ അലൽ അഖൽ, ചുരുങ്ങിയത് ഒരു 50 കലിമത്തെങ്കിലും വേണം. അഇദ ഖായിമത്തൽ വലാഇഫി ഫിൽ മജാലാത്തിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ള വ്യത്യസ്തമായ ജോലികളുടെ പട്ടിക തയ്യാറാക്കാൻ. മുദരിസ്, മുഹന്ദിസ്, അങ്ങനെയുള്ള പട്ടിക തയ്യാറാക്കുക. ഉക്തുബ് 10 ജുമലിൻ തുഅരിഫു ബിഹാ നഫ്സകലിൽ ആഖരീന, താങ്കളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു 10 ജുംലകൾ തയ്യാറാക്കുക. ഇതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കത് വളരെ ഉപകാരപ്പെടും. അതുപോലെ സജസ്റ്റഡ് റീഡിങ്ങിലുള്ള ആ ബുക്കുകൾ കണ്ടെത്തി വായിക്കാൻ കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ അത് ഉപകാരം ചെയ്യും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.